പേരാമ്പ്രയിൽ ഉറച്ച വിജയപ്രതീക്ഷയിലാണ് ഇടത് വലത് മുന്നണികൾ. ആര് ജയിച്ചാലും ഭൂരിപക്ഷം 5000-ൽ താഴെ എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. ടി.പി. രാമകൃഷ്ണൻ 3000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. എന്നാൽ ഫാത്തിമ തഹലിയ 4000-ലേറെ വോട്ടിന് ജയിക്കുമെന്ന് UDF-ഉം വിലയിരുത്തുന്നു. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, വിവിധ മണ്ഡലങ്ങളിലെ വിലയിരുത്തലുകൾ ഈ അവസാന ഘട്ടം എത്തുമ്പോഴും പുതിയ തലത്തിൽ അത് തുടരുകയാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഫലം അറിയാനുള്ളത്. എന്താണ് ഇപ്പോൾ വീണ്ടും പേരാമ്പ്രയിലെ ഈ ഏറ്റവും ഒടുവിലെ വിവാദങ്ങൾക്ക് ശേഷവുമുള്ള വിലയിരുത്തൽ? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഇതിപ്പോൾ പാർട്ടികൾ അവരുടെ ബൂത്ത് തല കണക്കുകൾ വിലയിരുത്തിയതിനു ശേഷം തയ്യാറാക്കിയ ഒരു കണക്കാണ്. CPM പറയുന്നത് ആറ്റിക്കുറുക്കിയ കണക്ക് എന്നുള്ളതാണ്. അതായത് അവർക്ക് ഉറപ്പ് എന്ന് പറയുന്ന വോട്ടുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ് LDF CPM തയ്യാറാക്കിയിട്ടുള്ളത്. UDF-ഉം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് വളരെ രസകരമാണ് ഈ കഥ. നമ്മൾ ഇതിനകത്ത് ഇവരുടെ വോട്ടിൻ്റെ ഒരു പ്രതീക്ഷ വെച്ച് നോക്കുമ്പോൾ 232 ബൂത്തുകളാണ് പേരാമ്പ്ര മണ്ഡലത്തിലുള്ളത്. ഏറെക്കുറെ 17 റൗണ്ട് എണ്ണും. അപ്പോൾ ആദ്യം ചങ്ങരോത്ത് പഞ്ചായത്തിലേക്കാണ് വരിക. 10 പഞ്ചായത്താണ് പേരാമ്പ്ര മണ്ഡലത്തിലുള്ളത്. ചങ്ങരോത്ത് പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം കണക്കാക്കുന്നത് LDF-ന്റെ കണക്ക് കൂട്ടൽ പ്രകാരം 4000 വോട്ട് UDF ലീഡ് ചെയ്യും എന്നുള്ളതാണ്. UDF-ഉം അത് തന്നെയാണ്. 4000-ലേറെ വോട്ടിന് അവർക്ക് ലീഡ് ഉണ്ടാകും എന്നുള്ളതാണ്. LDF അക്കാര്യത്തിൽ അപ്പോൾ വോട്ടെണ്ണുമ്പോൾ സാധാരണഗതിയിൽ ചങ്ങരോത്ത് പഞ്ചായത്ത് നിന്ന് വോട്ടെണ്ണുമ്പോൾ സ്വാഭാവികമായും ഫാത്തിമ തെഹലിയ ലീഡ് എന്നുള്ളതായിരിക്കും വരിക. കാരണം രണ്ട് കൂട്ടരുടെയും കണക്കൂട്ടൽ അത് തന്നെയാണ്. മറിച്ചൊരു കണക്കൂട്ടൽ അപ്പുറത്ത് കണക്കിലില്ല. പിന്നെ ചക്കിട്ടപ്പാറയാണ്. ചക്കിട്ടപ്പാറ ഒരു കുടിയേറ്റ മേഖലയാണ്. അവിടെ LDF-ന്റെ കണക്ക് പ്രകാരം 500 വോട്ടിന് UDF ലീഡ് ചെയ്യും എന്നുള്ളതാണ് ആ പഞ്ചായത്തിൽ മാത്രം. ചക്കിട്ടപ്പാറയിൽ UDF കണക്കാക്കുന്നതും അത് തന്നെയാണ്. അതാണ് ഇതിലെ കൗതുകം എന്ന് പറയുന്നത്. ഏറെക്കുറെ ചില പഞ്ചായത്തുകളിലെല്ലാം അവരുടെ ലീഡ് ഒരുമിച്ചാണ് വരുന്നത്. പിന്നീട് കൂത്താളി പഞ്ചായത്തും പറയുന്നത് 500 വോട്ടിന്റെ UDF-ന് ലീഡ് ഉണ്ടാകും എന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. അത് തന്നെയാണ് UDF-ന്റെയും അവരുടെയും വിലയിരുത്തൽ. 500 മുതൽ 1000 വോട്ട് വരെ അവർക്ക് ഫാത്തിമ തെഹലിയയ്ക്ക് ലീഡ് ഉണ്ടാകുമെന്ന്. പിന്നീട് പേരാമ്പ്രയിലേക്ക് വരുമ്പോഴാണ് ഒരു മാറ്റം വരുന്നത്. പേരാമ്പ്രയിൽ LDF കണക്കാക്കുന്നത് ഒപ്പത്തിനൊപ്പമായിരിക്കും. LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ UDF-ന്റെ വിലയിരുത്തൽ അവിടെ 1000 മുതൽ 1800 വോട്ട് വരെ UDF-ന് ലീഡ് ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ചെറുവണ്ണൂർ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 500 വോട്ടിന് UDF ലീഡ് ചെയ്യുമെന്ന് LDF കണക്കാക്കുന്നു. UDF പറയുന്നത് അവരെ 1500 വോട്ട് 1500 വോട്ടോളം ലീഡ് ഫാത്തിമ തെഹലിയയ്ക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. പിന്നീട് തുറയൂർ പഞ്ചായത്താണ്. നേരത്തെ പേരാമ്പ്ര പോലെ തന്നെ തുറയൂർ പഞ്ചായത്തിൽ LDF കണക്കാക്കുന്നത് LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം എന്നാണ്. പക്ഷേ UDF-ന്റെ വിലയിരുത്തൽ അവിടെ 1500 മുതൽ 2000 വോട്ട് വരെ UDF-ന് ലീഡ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പേരാമ്പ്രയും തുറയൂർ പഞ്ചായത്തിലെയും വോട്ടുകളാണ് ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ നിർണായകമായി മാറുക എന്നുള്ളതാണ്. ബാക്കി എല്ലായിടത്തെയും കണക്ക് ഏറെക്കുറെ ഒരുപോലെയാണ്. മേപ്പയൂർ പഞ്ചായത്തിൽ UDF കണക്കാക്കുന്നത് അവിടെ ഇനിയുള്ള പഞ്ചായത്തുകളിൽ LDF ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ മേപ്പൂർ പഞ്ചായത്തിൽ 2500 വോട്ടിന് LDF ലീഡ് ചെയ്യുമെന്ന് UDF വിലയിരുത്തുന്നു. അവിടെ അതേ കണക്ക് തന്നെയാണ് LDF-ന്റെയും 2500 വരെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആറ്റിക്കുറുക്കിയ കണക്ക് UDF-നും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കീഴരിയൂർ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2000 വോട്ടിന്റെ ലീഡ് LDF-ന് ഉണ്ടാകുമെന്ന് LDF വിലയിരുത്തുന്നു. UDF കണക്കാക്കുന്നത് അവിടെ 500 വോട്ടിന് മാത്രമേ LDF ലീഡ് ചെയ്യൂ എന്നുള്ളതാണ്. പിന്നീട് അരിക്കുളം പഞ്ചായത്തിൽ 1000 വോട്ട് LDF ലീഡ് ചെയ്യുന്നതാണ് UDF കണക്കാക്കുന്നത്. അതുതന്നെയാണ് LDF-ന്റെ വിലയിരുത്തൽ. ഏറ്റവും ഒടുവിലാണ് നൊച്ചാട് പഞ്ചായത്ത് വരിക. ഒരു പക്ഷേ ഒപ്പത്തിനൊപ്പമൊക്കെ പോവുകയാണെങ്കിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്ന പഞ്ചായത്ത് നൊച്ചാട്. LDF-നാണ് ലീഡ് വരാറുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും. അതോടെ 2200 വോട്ട് വരെ LDF ലീഡ് ചെയ്തേക്കാം എന്ന് LDF കണക്കാക്കുന്നു. UDF കണക്കാക്കുന്നത് അവിടെ 2500 വോട്ട്. അപ്പോൾ അവസാന കണക്കിൽ വരുമ്പോൾ LDF-ന്റെ വിലയിരുത്തൽ പ്രകാരം TP രാമകൃഷ്ണന്റെ ഒരു 3000-ഓളം വോട്ടിന്റെ ലീഡ് ഉണ്ടാകും. UDF കണക്കാക്കുന്നത് 4000 വോട്ടിൽ. അപ്പോൾ നിർണായകമായി മാറുക നേരത്തെ പറഞ്ഞതുപോലെ പേരാമ്പ്രയും തുറയൂർ പഞ്ചായത്തുമാണ് വരിക. അപ്പം ഹർഷനൊക്കെ ആയിരിക്കും എന്തായാലും ആ വോട്ടെണ്ണൽ ദിവസം ആദ്യമായി ഇത് വായിക്കുക. അപ്പം ആദ്യം ചങ്ങരത്തോളത്തൊക്കെ വരുമ്പോൾ സമയത്ത് UDF ലീഡ് ചെയ്യുന്നു എന്ന് സ്വാഭാവികമായി ആദ്യത്തെ ഒരു 10 റൗണ്ട് വരെ UDF-നായിരിക്കും വലിയ അട്ടിമറികളൊന്നും ഇല്ലെങ്കിൽ ലീഡ് വരിക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ അത് TP രാമകൃഷ്ണനാണ് ലീഡ് വരുന്നത് എങ്കിൽ സ്വാഭാവികമായി അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്നതാണ്. എന്തായാലും 10 റൗണ്ട് വരെ UDF ആയിരിക്കും ലീഡ് എന്നുള്ളത് LDF-ഉം UDF-ഉം കണക്കാക്കുന്നുണ്ട്. അവസാനത്തെ റൗണ്ട് അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു വിലയിരുത്തൽ. വളരെ കൗതുകമാണ് ഈ കണക്ക്. അതുകൊണ്ടാണ് നമ്മളിത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. റൈറ്റ്, അതാണ് പ്രസാദ്. ഏതായാലും വളരെ കൗതുകകരമായ കണക്കാണ്. മാത്രമല്ല അവിടെ എന്തായാലും ഒപ്പത്തിനൊപ്പമുള്ള മത്സരം നടക്കുന്നുണ്ട് എന്നുള്ള പ്രതീതി ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇത്രയും തുടർച്ചയായ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള മറ്റൊരു മണ്ഡലവും ഉണ്ടായിട്ടില്ല. പല മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ചർച്ചകളെ സ്വാധീനിച്ച വിവാദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെയൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി ഒരുപക്ഷെ പേരാമ്പ്ര മാറിയിരിക്കുന്നു അല്ലേ?
തീർച്ചയായും. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണങ്ങൾക്കിടയിൽ വലിയ വിവാദങ്ങളുണ്ടായി. മൈക്ക് അനൗൺസ്മെന്റ് വിവാദം ഉൾപ്പെടെയുള്ളതുണ്ടായി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ സ്ട്രോങ് റൂം വിവാദത്തിൽ അവിടെ മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമുണ്ടായി. അതിനകത്ത് ആദ്യം ആക്ഷേപം ഉന്നയിച്ച് UDF നേതാക്കളൊക്കെ ആക്ഷേപം ഉന്നയിച്ച് നിൽക്കുമ്പോൾ മെറ്റീരിയൽ റൂമിൽ നിന്നും UDF സ്ഥാനാർത്ഥി പുറത്തു വരികയും അത് പാർട്ടിക്കാരോട് പറയാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ UDFന്റെ വാർത്താ സമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളുടെയും VVPAT എണ്ണണമെന്ന ആവശ്യവുമായി UDF രംഗത്ത് വന്നിട്ടുണ്ട്. 6 ഇടത്ത് അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് അവർ ആരോപണം ഇപ്പോൾ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ആര് ജയിച്ചാലും തോറ്റാലും പേരാമ്പ്രയിൽ നിന്നും വിവാദം കുറച്ചു കാലത്തേക്ക് മാറില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.